ഫാമേഴ്സ് ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ക്യാബേജ് നടുന്നതാണ്. വയലറ്റ് കാബേജും അതുപോലെ സാധാ ക്യാബേജും നടാൻ വേണ്ടി ഇത് നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ച പോട്ടി മിശ്രിതമാണ്. അതിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ളത് ചാണകപ്പൊടി, അതുപോലെ ആട്ടും കാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, കൊക്കോ പിറ്റ്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, കൊക്കോ പിറ്റ്, എല്ലുപൊടി, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ പാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ പാത്രങ്ങളിലാണ് ചെയ്യുന്നത്, ബക്കറ്റിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ സുഷിരം ഇട്ട് കൊടുക്കണം. ഇത് വെള്ളം തോർന്നു പോകാനും ഒക്കെ സഹായകമാണ്. അല്ലെങ്കിൽ വെള്ളം ഇതിൽ കെട്ടിക്കിടന്ന് ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകുന്നതാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലെ ചകിരി ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക. ചകിരി ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ കരിയിലകൾ ഇട്ടുകൊണ്ട് ഇതേപോലെ കരിയിലകൾ ഇട്ട് കൊടുക്കണം. കരിയിലകൾ ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ പോട്ടി മിക്സ് ചേർക്കേണ്ടത്. അങ്ങനെ ചേർത്ത് വെച്ച ഒരു പഴയ, ഞാൻ ഇതിൽ നിന്നും കുക്കുംബർ ചെയ്ത ഒരു ബക്കറ്റാണ്. ഇതിൽ നേരത്തെ കുക്കുംബർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബക്കറ്റ് ആണിത്. അത് കുക്കുംബർ വിളവെടുത്ത് കഴിഞ്ഞു. അതിൽ കണ്ടോ, നമ്മൾ ഈ ചകിരി ഒക്കെ വെച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന വേര് ഇറങ്ങും. കണ്ടോ, ഇതുപോലെ വേര് നന്നായിട്ട് ഇറങ്ങും. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടോ. ഇതുപോലെ ഈ ബക്കറ്റിൽ ഞാൻ നേരത്തെ ചെയ്തതാണ്. ഇതിന് നിറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങ് എടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ്. ഇത് നിറച്ചും വേരുകളുണ്ടോ, നന്നായി വേര് പിടിക്കും. അതുപോലെ നിറച്ചും കായ്കളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം ഒഴിഞ്ഞു പോകാൻ സഹായകമാകും. അതിലിട്ട കരിയിലകളാണ്. ഇത് മാവിൻ്റെയൊക്കെ കരിയിലാണ് ഞാൻ ഇതിനു വേണ്ടി ഇട്ടിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. സുഹൃത്തുക്കൾ, ഞാൻ ഇത് നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഒരു നമ്മളൊരു പാത്രം ഒഴിവാക്കിയതായത് ബക്കറ്റ്, പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഒഴിവാക്കിയെടുത്ത് നേരത്തെ ചെയ്ത അതിലുള്ള വളമാണ് ഇത്. ആ മണലും വളമൊക്കെയാണിത്. ഇതുപോലെ കരിയിലകൾ നമ്മൾ അടുത്ത ഗ്രോ ബാഗിലേക്ക് അതിനെ വീണ്ടും നിറച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി ഇതുപോലെ മിക്സാക്കി പുതിയ മണ്ണും നേരത്തെ നമ്മൾ ചെയ്ത ആ മണ്ണും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കണ്ടോ, ഇതിലിപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ആലകളൊക്കെ ചേർത്തിട്ടുണ്ട്. ആ മണ്ണാണിത്. അതിൻ്റെ കൂടെ നേരത്തെ ചെയ്ത മണ്ണും ഇതൊക്കെ ഉണ്ട്. നന്നായിട്ട് മിക്സാക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നല്ലൊരു വളമായിട്ട് മാറും. നമുക്ക് ഇത് വീണ്ടും നിറക്കാവുന്നതാണ്. ഈ മണ്ണിനെ തന്നെ വീണ്ടും നിറക്കാവുന്നതാണ്. കൂടുതൽ വളം ചേർന്ന് നല്ല ഫലപുഷ്ടമായ മണ്ണായി മാറിക്കഴിഞ്ഞിട്ട് ഉണ്ടാവും. നല്ല മണ്ണായി മാറിക്കഴിഞ്ഞ് അതിൽ ഈർപ്പുണ്ട്. ഇത് ചകിരിച്ചോറൊക്കെ ചേർത്ത് വെച്ച മണ്ണാണ്. ഇത് നന്നായി വൃത്തിയാക്കിയെടുത്ത് ഇതിൽ നേരത്തെ ഉള്ള വേരൊക്കെ അതൊക്കെ മാറ്റിയിടുക. നന്നായി ചേർത്തിടുക. നല്ലൊരു വളമണ്ണമായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വളം ഒക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് നടാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യമായി ചേർക്കേണ്ടത് കരിയിലകൾ. കുറച്ച് കരിയില ചേർക്കുന്നത് നല്ലതാണ്. ഇതുപോലെ കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ക്രമേണ വളമായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വെള്ളം ഒഴിഞ്ഞു പോകാൻ, ഗ്രോ ബാഗിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോകാനും വളരെ സഹായം ചെയ്യുന്നുണ്ട്. അത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതുപോലെ കുറേശ്ശെ കരിയിലകൾ ഇതിൽ നിറക്കുക. ആദ്യമായി കരിയിലകൾ നിറക്കുക.
നിറച്ച് വെച്ചേ. ഇത് നമ്മൾ കുറേശ്ശെ കരിയിലകൾ നിറച്ച് വെച്ച്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ചേർക്കാമേ. അതിൽ ഇതേപോലെ വേരിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞാൽ നല്ലതാണ്. കുഴപ്പമില്ല, അതിൽ ഉണ്ടായത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നിറക്കുകയാണ്. ഇതാ പോട്ടി മിക്സ് ഗ്രോ ബാഗിലേക്ക് മാറ്റുകയാണ്. ഏകദേശം ഇതാ എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് നല്ലതാണ്. പ്ലാസ്റ്റിക് കാരണം ഇത് പിഞ്ഞി പോകാതിരിക്കാൻ, കീറി പോകാതിരിക്കാൻ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൽ ഏകദേശം നമ്മൾ ഇത്ര വരെ ഒരു അരഭാഗം വരെ ഇതിൽ പോട്ടി മിക്സ് ചേർത്ത് കഴിഞ്ഞു. നമ്മൾ പോട്ടി മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ചേർത്ത് ഇതേപോലെ കോരിയിട്ട് ഏകദേശം കവറിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കഴിഞ്ഞ് അതിന് ശേഷം ഇതേപോലെ മടക്കി വെച്ച് അതിൽ വീണ്ടും കുറച്ചുകൂടെ നമുക്ക് ആവശ്യത്തിന് ഉള്ള മണ്ണ് കുറച്ചും കൂടി ഇട്ട് തയ്യാറാക്കി വെച്ച്. ഇനി നമ്മൾ ഞാനിപ്പോൾ നടാൻ പോകുന്ന തൈകൾ ക്യാബേജിൻ്റെ തൈകൾ ഈ ശ്രീലക്ഷ്മി അഗ്രികൾച്ചർ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചതാണ്. ചോലത്തോട് പാലം, യോഗശാല റോഡ്, കണ്ണൂർ. അവരിൽ നിന്നും വാങ്ങിച്ചതാണ് ഇത്. ഞാൻ വാങ്ങിച്ച തൈകൾ ക്യാബേജിൻ്റെ തൈകൾ സൂഡോമോണസ് ലായനിയിൽ മുക്കിയിട്ടാണ് നടുന്നത് സാധാരണ. ഞാനിപ്പോൾ ഇതിലൊരു 20 ഗ്രാമോളം സൂഡോമോണസ് എടുക്കുകയാണ്. അത് ചെടി മുക്കാനും അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി രണ്ടിനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അത് 1 ലിറ്റർ വെള്ളത്തിൽ അതിനെ ചേർക്കാമേ. 1 ലിറ്റർ വെള്ളത്തിൽ സൂഡോമോണസ് ചേർത്ത് അതിനെ നന്നായി ഇളക്കിയെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കണം. അതിന് ശേഷം 1 ലിറ്റർ വെള്ളം ചേർത്ത് ഇതിൽ 20 ഗ്രാം സൂഡോമോണസ് ചേർത്തതാണിത്. ഇതിൽ ഇത്രയും ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങിച്ച തൈകൾ ക്യാബേജിൻ്റെ വയലറ്റ് ക്യാബേജും സാദാ ക്യാബേജും ആ തൈകൾ നടാൻ പോവാണ്. ആ തൈകളെ സൂഡോമോണസ് ലായനിയിൽ ഇതിനെടുക്കുകയാണ്. സൂഡോമോണസ് ലായനിയിൽ ഒന്ന് മുക്കിയെടുക്കുക. ആദ്യം അതിൻ്റെ ഇലകളും മുക്കിയെടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ വേര് മുക്കി എടുത്തേ. ഇനി അതിനെ ഞാൻ ഗ്രോ ബാഗിലേക്ക് മാറ്റാമേ. ഇതുപോലെ ഗ്രോ ബാഗിലേക്ക് നമ്മൾ മാറ്റിയിടുന്നത് കുറച്ച് ആഴത്തിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം ക്യാബേജിൻ്റെ ഒക്കെ വേര് മേലോട്ടാണ് വരിക. അധികം താഴ്ചയിൽ പോകുന്നതല്ല ക്യാബേജിൻ്റെ വേരുകൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നടുമ്പോൾ തന്നെ കുറച്ച് തൈ നന്നായി ഇറക്കി വെക്കുക, മണ്ണിലേക്ക് ഇറക്കി വെക്കുക. അതൊരു ക്യാബേജാണ്. ഇത് വയലറ്റ് ക്യാബേജ് ഒന്ന് നടുന്നുണ്ട്. വയലറ്റ് ക്യാബേജിന് നടുകയാണ്. അങ്ങനെ കുഴി കുറച്ച് നന്നായിട്ട് ഇതുപോലെ എടുക്കുക. കുറച്ച് ആഴത്തിൽ തന്നെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ വേര് കൂടുതൽ ആഴത്തിൽ പോകുന്നതല്ല. ഇതും നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന തൈയാണ്.
അതിൻ്റെ ഇലകളെ ഇതേപോലെ മുക്കി കൊടുക്കുന്നത് നല്ലതാണ്. സൂഡോമോണസിൽ മുക്കി കൊടുക്കുന്നത് ആ ഇലകൾക്ക് നല്ല ഗ്രോത്ത് കിട്ടാൻ നല്ലതാണ്. അതുപോലെ ഇത് അതിൻ്റെ വേരും നല്ലോണം ഞാൻ മുക്കിയെടുത്ത് ഇനി ഇതിലേക്ക് വെക്കാം. ഗ്രോ ബാഗിൽ വെച്ച് ഇതുപോലെ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം. പോരാത്ത മണ്ണ് നമ്മൾ കുറച്ചും കൂടെ അതിന് ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുക്കിയെടുത്ത് സൂഡോമോണസ് ലായനി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതേപോലെ അങ്ങനെ ചേർത്ത് കൊടുത്താൽ ആ വെള്ളം വേസ്റ്റ് ആവില്ല. അതേപോലെ തന്നെ കാബേജിന് വളർച്ചക്കൊക്കെ സഹായം ആവുന്നതാണ്.